ഇതാ സ്വാമിയാർ പടിഞ്ഞാറേ ഗോപുരവാതിലൂടെ ക്ഷേത്ര ചുറ്റുമതിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 7:30 ഇനി സ്വാമിയെ ഇവിടുന്ന് എതിരേറ്റ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ചെന്ന് ആദ്യം സ്വാമി കാണിക്ക സമർപ്പിക്കുന്നു. പിന്നെ തന്ത്രിയും കൊട്ടാരത്തിലെ മറ്റു പരിവാരങ്ങളും സമർപ്പിച്ച ശേഷമാണ് മറ്റു പ്രധാന ശിവേലി ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഇതാ ശ്രീ പത്മനാഭന്റെ പ്രിയപ്പെട്ട ഭക്തൻ പുഷ്പാഞ്ജലി സ്വാമിയാർ വലിയ കാണിക്ക അർപ്പിക്കാൻ നടുവിൽ മഠത്തിൽ നിന്നും പുറപ്പെടുന്നു. ഒപ്പം സഹപരിചാരകരും. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആചാരപരമായ എല്ലാ ചടങ്ങുകൾക്കും പ്രഥമ സ്ഥാനീയനാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ. അതുകൊണ്ട് തന്നെ ഭഗവാന് തുല്യരായ നരസിംഹമൂർത്തിയും തിരുവമ്പാടി ശ്രീകൃഷ്ണനും കിഴക്കേ നടയിൽ എഴുന്നള്ളി നിന്നു കഴിഞ്ഞാൽ മുന്നിൽ ആ സ്വർണ്ണക്കുടം വെക്കുകയും ആദ്യം ആ സ്വർണ്ണക്കുടത്തിൽ വലിയ കാണിക്ക സമർപ്പിക്കുന്നത് സ്വാമിയാരാണ്. തുടർന്ന് കൊട്ടാരത്തിലെ വലിയ തമ്പുരാൻ, തുടർന്ന് എട്ടരയോഗം പ്രമാണിമാർ, അതിനുശേഷം ഭക്തജനങ്ങൾ. എന്തായാലും എനിക്ക് ഈ കാഴ്ചകൾ ആദ്യത്തെ അനുഭവമാണ്. സ്വാമിയാരും കഴിഞ്ഞ ദിവസം നടന്ന വേദശില്പശാലയുടെ വേദിയിൽ ഇങ്ങനെ പറയുകയുണ്ടായി. പരമ്പരയിലെ മുതിർന്ന വില്ലമംഗലം സ്വാമിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ വരാൻ കാരണഭൂതനായത്. ഗുരുകാരണവന്മാരുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് തനിക്കും ആ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. അതെ, എല്ലാം ഒരു നിയോഗമാണ്. ക്ഷേത്രത്തിനുള്ളിൽ ചെമ്പകത്തിൻ തറയിൽ നിന്നും പൊന്നിൻ ശിവേലി ദർശിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടും എന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിച്ചതാവാം ഇങ്ങനെ സ്വാമിയാരുടെ പിന്നാലെ സഞ്ചരിക്കാൻ. ഇതെല്ലാം കാണാനുള്ള നിയോഗം ഭഗവാൻ ആർക്കൊക്കെയോ എന്നിലൂടെ ഒരുക്കിയിരിക്കുന്നു എന്നുമാവാം. ഇതാ സ്വാമിയാർ പടിഞ്ഞാറേ ഗോപുരവാതിലൂടെ ക്ഷേത്ര ചുറ്റുമതിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഭഗവാന് മുന്നിൽ വലിയ കാണിക്ക അർപ്പിച്ച് ശിവേലിയുടെ ഒരു പ്രദക്ഷിണം കഴിയുമ്പോൾ സ്വാമിയാർ തിരികെ മഠത്തിലേക്ക് മടങ്ങി. ലോകത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രവും ആചാരവും മറ്റൊരിടത്തും ഉണ്ടാവില്ല എന്നതാണ് സത്യം. ഏകദേശം 275 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ പത്മനാഭന്റെ മുന്നിൽ തുടങ്ങിവെച്ചതാണ് മുറജപം ആരാധന. ദേശത്തിന്റെ അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് മുറജപം തുടങ്ങിവെച്ചത്. 6 വർഷത്തിൽ ഒരിക്കൽ 56 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഈ മഹോത്സവം 47 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയും നമുക്ക് കാത്തിരിക്കാം മറ്റൊരു മുറജപ മഹോത്സവത്തിനായി. സർവം ശ്രീ പത്മനാഭ കടാക്ഷം. ഓം നമഃ ശിവായ.